അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പാഠപുസ്തകം മാറിയതിന് ശേഷം സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പാദവാർഷിക പരീക്ഷ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ മറ്റുള്ള വിഷയങ്ങളുടെയും മറ്റുള്ള ക്ലാസ്സുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറൊക്കെ ചർച്ചയുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ അർദ്ധ വാർഷിക പരീക്ഷകൾക്ക് ശേഷം അന്നോ അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അതിൻ്റെ വിശദീകരണം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം. അതിലൊന്ന് ഫർള് ഐന്, അതിൻ്റെ ആൻസർ റമദാനിലെ നോമ്പ്. ഫർദുൽ കിഫായ, ആൻസർ മയ്യത്ത് നിസ്കാരം. അത് ലൈൻ കൊടുത്ത് യോജിപ്പിച്ചാൽ മതി. മൂന്നാമത്തത് ഹറാം, മദ്യപാനം. 4 സുന്നത്ത്, സലാം പറയൽ. കറാഹത്ത്, വലതുവശത്തേക്ക് തുപ്പൽ. ഹലാൽ, വില കൂടിയ ചെരുപ്പ് ധരിക്കൽ. അത് യോജിപ്പിക്കാം. അടുത്തത് വിധി എഴുതാം. ഹൈദ്, നിഫാസ് എന്നിവയുള്ളവർ നോമ്പ് നോൽക്കൽ. അതിൻ്റെ വിധി എന്താണ്? വിധി ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു. ഹൈദും നിഫാസും ഉള്ള സമയത്ത് അവർ നോമ്പ് നോൽക്കുന്നതിന് വിധി എന്താ? ഹറാമാണ്, നോമ്പ് നോൽക്കാൻ പാടില്ല. അപ്പോൾ ഹറാം എന്നാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തത് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാൻ പാടില്ല, അത് കറാഹത്താണ്. അപ്പോൾ അതിൻ്റെ വിധി കറാഹത്താണ്. 3 ഇസ്തിഹാദത്ത് ഉള്ളവർ ഫർദ് നിസ്കരിക്കൽ. ഹൈദ്, നിഫാസ് ഉള്ളവർ നിസ്കരിക്കൽ ഹറാമാണ്. പക്ഷേ ഇസ്തിഹാദത്ത് ഉള്ളവർ നിസ്കരിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ നിബന്ധനയോട് കൂടിയിട്ട് നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നെങ്കിൽ നിർബന്ധം അല്ലെങ്കിൽ ഫർദ് എന്ന് എഴുതുക. 4 വുളൂഇൽ തുടർച്ചയായി കഴുകുക. തുടർച്ചയായി കഴുകുക, വഴിക്ക് വഴി കഴുകുക, വഴിക്ക് വഴി ചെയ്യുക. ഇത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ വുളൂഇൻ്റെ ഫർളാണ്, 6ാമത്തെ ഫർളാണ് തർത്തീബ്, വഴിക്ക് വഴി ചെയ്യുക. നിസ്കാരത്തിൻ്റെയും 14ാമത്തെ ഫർളാണ് തർത്തീബ്. വഴിക്ക് വഴി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം, വുളൂഇൽ വഴിക്ക് വഴി ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദാഹരണം, ആദ്യം നിയ്യത്ത്, പിന്നെ മുഖം കഴുകുക, പിന്നെ 2 കൈ കഴുകുക, പിന്നെ തല തടവുക. അങ്ങനെയാണ് വഴിക്ക് വഴി. നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ ഫർദ് നഷ്ടപ്പെടും. അപ്പോൾ ആദ്യം നിയ്യത്ത്, പിന്നെ കൈ കഴുകി, പിന്നെ മുഖം കഴുകി, പിന്നെ കാല് കഴുകി, പിന്നെ തല തടവി. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് വന്നു. അങ്ങനെ ആകുമ്പോൾ വഴിക്ക് വഴി ചെയ്തിട്ടില്ല. തുടർച്ചയായി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വുളു എടുക്കുകയാണ്, നിയ്യത്ത് ചെയ്തു, മുഖം കഴുകി, കൈയും കഴുകി, അതിന് ശേഷം വെള്ളം തീർന്നു. അതിനുശേഷം പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. ഒരു 10 മിനിറ്റ് നടന്നു പോയി പള്ളിയിലെത്തി. അതിൻ്റെ ശേഷം തല തടവി കാൽ കഴുകിയാൽ മതി, വുളു പൂർത്തിയായി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക്, 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് വുളു മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കണം. അഥവാ ഉണ്ടായാൽ വുളു മുറിയും, അല്ലാത്ത പക്ഷം വുളു മുറിയുകയില്ല. ഇതിനാണ് തുടർച്ചയായി ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഒന്ന് കഴിഞ്ഞ് അപ്പോൾ തന്നെ അടുത്തത് ചെയ്യുക, അതിനാണ് തുടർച്ചയായി ചെയ്യുക എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഈ വുളുവിൽ തുടർച്ചയായി കഴുകുക, അത് സുന്നത്തായ കാര്യമാണ്. അപ്പോൾ സുന്നത്താണ് അതിൻ്റെ ആൻസർ. 3ാമത്തെ ക്വസ്റ്റ്യൻ കള്ളികൾ പൂർത്തിയാക്കാം. ഹൈദ് രക്തം, നിഫാസ് രക്തം. കുറഞ്ഞതും കൂടിയതും സാധാരണ. അപ്പോൾ ഹൈദ് രക്തം ഏറ്റവും കുറഞ്ഞത് 1 ദിവസമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ കൂടിയതാണ്, അത് സാധാരണ അല്ല, കൂടിയത് എന്നാണ്. അപ്പോൾ അതിൻ്റെ നേരെ കൂടിയതാണ് കൊടുക്കേണ്ടത്. കൂടിയത് 15 ദിവസമാണ്, സാധാരണ 6 or 7 ദിവസം. നിഫാസ് രക്തം കുറഞ്ഞത് അല്പസമയം, കൂടിയത് 60 ദിവസം, സാധാരണ 40 ദിവസം. 4ാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം. ഹൈദ്, നിഫാസ് എന്നിവയുടെ സമയത്തല്ലാതെ പുറപ്പെടുന്ന രക്തമാണ്. നമ്മൾ ഹുക്മ് പറയുന്ന വിഷയത്തിൽ പറഞ്ഞു, വിധി പറയാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഉണ്ടത് ഇസ്തിഹാദത്ത്. ഹൈദ് രക്തമല്ല, നിഫാസ് രക്തമല്ല, ഇസ്തിഹാദത്ത്.
2 ഹജ്ജ് ചെയ്യുമ്പോൾ ശുദ്ധിയില്ലാതെ ഡാഷ് ചെയ്യാൻ പാടില്ല. തൊവാഫാണ് ചെയ്യാൻ പാടില്ലാത്തത്. ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാം. തൊവാഫ് പള്ളിയിൽ വെച്ചാണ് തൊവാഫ് നടത്തുക. അപ്പോൾ പള്ളിയിൽ ശുദ്ധിയില്ലാതെ താമസിക്കാൻ പാടില്ല. അപ്പോൾ ഹജ്ജ് ചെയ്യുമ്പോൾ ശുദ്ധിയില്ലാതെ ഡാഷ് ചെയ്യാൻ പാടില്ല. ശുദ്ധിയില്ലാതെ എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധിയോട് കൂടിയിട്ട് താമസിക്കാൻ പാടില്ല. ചെറിയ ശുദ്ധി ഉണ്ടെങ്കിൽ താമസിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഹജ്ജ് ചെയ്യുമ്പോൾ ശുദ്ധിയില്ലാതെ തൊവാഫ് ചെയ്യാൻ പാടില്ല. 3 സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് എന്ത് പറയുക, അൽ അഹ്കാമുദ്ദീനിയ. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് തന്നെയാണ് അൽ അഹ്കാമുദ്ദീനിയ. 5 വേർതിരിക്കാം. ഇതിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 1 ഇളവ് ലഭിക്കുന്ന നജസുകൾ, ഇളവ് ലഭിക്കാത്ത നജസുകൾ. അപ്പോൾ ഇളവ് ലഭിക്കുന്ന നജസുകൾ എടുത്തെഴുതുക, ഇളവ് ലഭിക്കാത്ത നജസുകൾ അതിൻ്റെ താഴെയും എഴുതുക. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം. ഒലിക്കുന്ന രക്തമില്ല, കൊതുക്, ഈച്ച പോലെയുള്ള ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, അത് ഇളവ് ലഭിക്കുന്ന നജസാണ്. അപ്പോൾ അതിൻ്റെ താഴെ എഴുതുക. മുഗല്ലദിൻ്റെ കുറഞ്ഞ രക്തം. മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞാൽ നായ, പന്നി, ആ നജസാണ്. അതിൻ്റെ കുറഞ്ഞ രക്തം പോലും പാടില്ല, ഇളവ് ലഭിക്കുകയില്ല. അപ്പോൾ രണ്ടാമത്തെ കള്ളിയിൽ രണ്ടാമത്തെ ഇളവ് ലഭിക്കാത്ത നജസുകൾ അതിൻ്റെ താഴെയാണ് എഴുതേണ്ടത്. ഈച്ചയുടെ രക്തം. ഈച്ചയുടെ രക്തം ഒന്നാമത്തേത് പറഞ്ഞതുപോലെയാണ്, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം തന്നെയാണ് ഈച്ചയുടെ രക്തം. അപ്പോൾ അത് ഇളവ് ലഭിക്കുന്ന നജസുകളാണ്. മറ്റൊന്ന് കൊതുകിൻ്റെ ശവം. ശവമാണ് കൊതുകിൻ്റെ ശവം, അത് ഇളവ് ലഭിക്കാത്ത നജസാണ്. കൊതുകിൻ്റെ ശവം കീശയിലിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വാധുവാവുകയില്ല. അടുത്തത് ഉത്തരം എഴുതാം. നിഫാസ് രക്തം എന്നാൽ എന്ത്? നിഫാസ് രക്തം എന്നാൽ പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ്. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് രക്തം. ഹൈദ് രക്തം എന്നാൽ എന്ത്? ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈദ് രക്തം. 3 നിസ്കാരം സ്വാധുവാകാൻ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം? നിസ്കരിക്കുന്നവൻ്റെ ശരീരം, വസ്ത്രം, സ്ഥലം. അതാണ് അതിൻ്റെ ആൻസർ. 4 മുഖഫഫായ നജസ് എങ്ങനെ ശുദ്ധിയാക്കും? മുഖഫഫ് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികയാത്ത പാൽ മാത്രം ഭക്ഷിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രമാണ്. അതെങ്ങനെയാണ് ശുദ്ധിയാക്കുക? അത് ശുദ്ധിയാക്കേണ്ട രൂപം: നജസിൻ്റെ തടിയുണ്ടെങ്കിൽ നീക്കി മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തെല്ലാം കുടയുക. അപ്പോൾ മൂത്രം ഉണ്ടെങ്കിൽ ആ മൂത്രം നീക്കിയിട്ട് ആ ഭാഗത്ത് മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ആൻസർ. 7 2 വീതം എഴുതാം. വുളൂഇൽ ശ്രദ്ധിച്ച് കഴുകേണ്ട അവയവങ്ങൾ. ശ്രദ്ധിച്ച് കഴുകേണ്ട അവയവങ്ങളാണ് മടമ്പ്, പീളക്കുഴി. ഇത് രണ്ടാണ് ശ്രദ്ധിച്ച് കഴുകേണ്ടത്. വുളൂഇൻ്റെ സുന്നത്തുകൾ ഒരുപാടുണ്ട്, അതിലേതെങ്കിലും 2 എഴുതുക. ഖിബലയിലേക്ക് തിരിയുക, കൈകാൽ വലത് മുന്തിക്കുക, കൈകാൽ വിരലുകൾ വിടർത്തി കഴുകുക, തല മുഴുവൻ തടവുക. അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്, അതിലേതെങ്കിലും 2 എഴുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ അറിവ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.